ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ന്യൂസ് കണ്ടു കേട്ടോ. അത് ഈ പേർപ്പിൾ സാറ്റർഡേ പറ്റിയായിരുന്നു. ജൂലൈയിലെ അവസാന ശനിയാഴ്ചയിലാണ് ഇവിടെ ഖത്തറിൽ പേർപ്പിൾ സാറ്റർഡേ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദോഹയിലെ ചില പ്രധാന കെട്ടിടങ്ങൾ പേർപ്പിൾ ലൈറ്റിൽ അലങ്കരിച്ചിട്ടുണ്ടെന്നും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ടേക്ക് പോവാം, അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഭംഗിയിൽ കാണാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നൈറ്റാണ് കൂടുതൽ ഇവിടെ ദോഹയിൽ ഇറങ്ങാൻ ഇഷ്ടം. ഇവിടെ മെയിനായിട്ട് ലൈറ്റുകളാണ് അതാണ് എനിക്ക് നൈറ്റ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇവിടെ കൂടുതൽ ലൈറ്റിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ഭംഗിയൊക്കെ കാണണമെങ്കിൽ നൈറ്റ് തന്നെ ഇറങ്ങണം കേട്ടോ. പിന്നെ പാർക്കിൻ്റെ ഒക്കെ ഭംഗി അറിയണമെങ്കിൽ നമ്മളൊരു പകൽ ഒരു 4-5 മണി, പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. സമയം കൊണ്ട് തന്നെ ഞങ്ങൾ കോർണിഷിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ പേർപ്പിൾ ലൈറ്റിൽ കിടന്ന ചില കെട്ടിടങ്ങൾ കാണാൻ കഴിഞ്ഞു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് തുടങ്ങി. രാത്രിയിലെ ലൈറ്റും കടൽക്കാറ്റും ദോഹയിലെ മനോഹരമായ സ്കൈലൈൻസ് എന്ന കാട് സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന അവിടുത്തെ കാര്യങ്ങൾ. പേർപ്പിൾ സാറ്റർഡേ എന്നത് വൈകല്യമുള്ള ആളുകളെ ആദരിക്കുകയും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദിനമാണ്. അതിൻ്റെ ഭാഗമായാണ് ഖത്തറിലെ ചില പ്രധാന കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും പേർപ്പിൾ നിറത്തിൽ പ്രകാശിപ്പിക്കുന്നത്. ദോഹ കോർണിഷ് രാത്രിയിൽ എപ്പോഴും മനോഹരമാണ്. ഇന്നലെ പേർപ്പിൾ സാറ്റർഡേ ആയതുകൊണ്ട് പിന്നെ പറയണ്ട. പർപ്പിൾ ലൈറ്റിൽ തിളങ്ങി ആ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചും ആ മനോഹരമായ നിമിഷങ്ങൾ ക്യാമറ പകർത്തിയും അതാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് എല്ലാ കെട്ടിടങ്ങളും പേർപ്പിളായിരിക്കുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് നോക്കിക്കോ ഇന്ന് ഫുൾ പേർപ്പിളായിരിക്കുന്നു. പക്ഷേ കുറേ കെട്ടിടങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റിൽ, പേർപ്പിൾ ലൈറ്റിൽ. ബട്ട് എല്ലാ കെട്ടിടങ്ങളിലും അല്ലായിരുന്നു കേട്ടോ. മാക്സിമം എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പേർപ്പിൾ കളറിൽ അവർ ലൈറ്റ് കൊടുത്തതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല രസമായിരുന്നു കാണാൻ. കണ്ടോ, അങ്ങനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ഞങ്ങൾ പിന്നെ വേറൊരു ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാഴ്ച കണ്ടത്. ആയിട്ട് കാണാൻ പോകുന്നത് ഖത്തറിൻ്റെ ഫാദർ അമീറാണ്. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയാണ് ഈ ചിത്രത്തിലുള്ള കേട്ടോ. ആധുനിക ഖത്തറിൻ്റെ വളർച്ചയിലും വികസനത്തിലും നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മനോഹരമായ ലൈറ്റ് ഡിസ്പ്ലേ ഒരുക്കിയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.